സുനിജി നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ ബോംബാക്രമണം അടക്കമുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ റിക്ടർ സ്കെയിലിൽ പോലും അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ ആഘാതമേൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഈ ഗോലാൻ കുന്നുകൾ, അവർ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഗോലാൻ കുന്നുകളിൽ ഈ താമസം, ആളുകളുടെ വിന്യാസമൊക്കെ, ജനസംഖ്യയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി അല്ലെങ്കിൽ നീക്കം കൂടി ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം? അതിന് ശരിക്കും ഇസ്രായേൽ സിറിയയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 5 മണിക്കൂറിൽ തുടർച്ചയായി 60 ആക്രമണങ്ങൾ വരെ ഇസ്രായേൽ സിറിയയ്ക്ക് മേൽ നടത്തി. അപ്പോൾ കനത്ത വ്യോമാക്രമണം നടത്തി. അതായത് റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തിയ അത്രയും സ്ഫോടക ശക്തിയുള്ള ഒരു ആക്രമണം നടന്നു. അതായത് സാധാരണഗതിയിൽ അതൊരു ഭൂചലനമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ഒരു ആഘാതം. അപ്പോൾ ഇത്രയും നടന്നത് എവിടെയാണെന്ന് അറിയാം. ഈ റഷ്യക്ക് അവിടെ ഒരു തുറമുഖ നഗരമുണ്ട്, ടാർട്ടസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ടാർട്ടസ് കേന്ദ്രീകരിച്ചാണ് ഇത്രയും വലിയ ആക്രമണം നടന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതായത് സിറിയയ്ക്ക് മേൽ തുടർച്ചയായി ആക്രമണം നടത്തി അവിടുത്തെ സേനയെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അവിടെ അവർക്കിപ്പോൾ ഈ വിമത സേനയ്ക്ക് സ്വന്തമായി കരസേനയൊന്നും ഇല്ല, അതുപോലെ തന്നെ നാവികസേനയും വ്യോമസേനയില്ല. പക്ഷേ സിറിയയ്ക്ക് ഒരു നാവികസേന ഉണ്ടായിരുന്നു. ആ നാവികസേനയുടെ പോർട്ട് അടക്കം, ഷിപ്പ് അടക്കം എല്ലാം തന്നെ നേരത്തെ ഇസ്രായേൽ തകർന്നു. എന്നിട്ട് വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ വിമതർ പറയുന്നു ഇറാൻ്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ അവിടെ ചില ആയുധ ശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ചെറിയ ചെറിയ ബേസ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് അവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു അവരുടെ ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ചു, ഇനി സിറിയയുടെ കാര്യത്തിൽ അനാവശ്യമായി ആരും ഇടപെടേണ്ട. ഞങ്ങളുടെ ലക്ഷ്യം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സ്പർദ്ധയല്ല, യുദ്ധമല്ല, പകരം ഞങ്ങളുടെ രാജ്യത്തെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സിറിയൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ തന്നെ പുതിയ ഭരണകൂടം വ്യക്തമാക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ബാഷർ അൽ അസദ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് തീവ്രവാദികളാണ്, അവിടെ തീവ്രവാദികളാണ് ഭരണം പിടിച്ചെടുത്തത്. അതായത് ഈ ഡമാസ്കസിലേക്ക് ഈ വിമത വിഭാഗം വരുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ആ സ്വേച്ഛാധിപതി അവിടെ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് റഷ്യ പറഞ്ഞത് നിങ്ങൾ ഇനി അവിടെ നിൽക്കരുത്, എത്രയും വേഗം അവിടുന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഈ ബാഷർ അൽ അസദിനെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഏതാണ്ട് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന അസദിൻ്റെ ഒരു സന്ദേശം പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒരു പ്രസ്താവന പോലെയാണ് ഈ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് എന്നാണ്. അപ്പോൾ ഇപ്പോഴും താൻ പ്രസിഡന്റ് ആണ് എന്ന നിലയിലാണ്. ഇപ്പോൾ ഇതിന് പറയുന്നത് ഏതാണ്ട് $250 മില്യൺ ചെലവായെന്ന. അതായത് ബാഷർ അൽ അസദ് അവിടുത്തെ സമ്പാദ്യം മുഴുവൻ ഏതാണ്ട് 2 ടൺ നോട്ട് കെട്ടുകളാണ് റഷ്യയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ മോസ്കോയിലെ പല ബാങ്കുകളിലായി, റഷ്യയിലെ പല ബാങ്കുകളിലായി വൻതോതിൽ നിക്ഷേപം ബാഷർ അൽ അസദ് നടത്തി. മാത്രവുമല്ല ഇദ്ദേഹം അവിടെ പല മേഖലയിലും വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാഷർ അൽ അസദ് സേഫാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ തുടർച്ചയായി ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തുന്നു. അപ്പോൾ അതെന്താണ് അർത്ഥം? അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗോലാൻ കുന്നുകൾ 1967 നടന്ന ആക്രമണത്തിൽ, അതൊരു 6 days വാറായിരുന്നു, അതിൽ ഇസ്രായേൽ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്തപ്പം ഏതാണ്ട് 2 ഭാഗമേ കിട്ടിയുള്ളൂ. പക്ഷേ ഇന്റർനാഷണൽ രാജ്യാന്തര തലത്തിൽ ഇത് അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ഇതൊക്കെ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. 1974 UN മധ്യസ്ഥതയിൽ നടന്ന ഒരു വെടിനിർത്തൽ കരാറിൽ 3-2 ഭാഗത്ത് ഈ പറയുന്ന ഇസ്രായേലിന് ആധിപത്യമുണ്ട്, ബാക്കിയുള്ള ഭാഗത്ത് സിറിയക്കാരുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ അവിടെ 31 സെറ്റിൽമെൻറ്റുകളിലായി ഇവിടെ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പം നെതന്യാഹു പറയുകയാണ് ഞങ്ങൾ ഗോലാൻ കുന്നുകളിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെറ്റിൽമെൻറ്റ് ഏരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ജനസംഖ്യ 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷത്തോളം ആകുന്നു എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരെ ഇനി എവിടെ കൊണ്ട് താമസിപ്പിക്കും? ഗോലാൻ കുന്നിൽ താമസിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇനി സിറിയയ്ക്ക് ഈ ഗോലാൻ കുന്നിനെയോ ഇസ്രായേൽ അവിടെ ആക്രമിക്കാൻ പറ്റില്ല. കൃത്യമായ പ്ലാനിങ്ങോടെ അവർ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടും ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന HTS അവർ വിമതർ ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല, അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഈ പല ഭാഗത്തേക്ക് തുർക്കിയിലേക്കൊക്കെ നിരവധി ആളുകൾ ഇവിടുന്ന് ഓടിപ്പോയിരുന്നു. സിറിയയിലും ഈ ബാഷർ അൽ അസദിൻ്റെ ഭരണം, അതുപോലെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ തുർക്കിയിലെ ഈ എർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരി പറഞ്ഞിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ നാട്ടുകാരുണ്ട്, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു.
ബാഷർ അൽ അസാദ് ചെവിക്കൊണ്ടില്ല, ഇയാളുടെ പണി നോക്കുന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ഏതാണ്ട് 7600ഓളം അഭയാർത്ഥികൾ, അതായത് സിറിയക്കാരായ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ വിമത ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു അവർക്ക് വേണ്ടി ഒരു ന്യായമായ രീതിയിലുള്ള ഭരണമായിരിക്കും ഇനി ഞങ്ങൾ നടത്തുന്നത്. ഈ രാജ്യത്തെ ഇത്രയും നാൾ കട്ടുമുടിച്ചത് ഇറാൻ ഭരണകൂടമായിരുന്നു. അപ്പോൾ ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഭരണമാണ് സിറിയയിൽ നടന്നത്. ഇനി ഞങ്ങൾ അനുവദിക്കില്ല. ഇനി അവിടുത്തെ ഷിയ എന്നോ സുന്നി എന്നുള്ള വേർതിരിപ്പില്ല, എല്ലാ ജനങ്ങളും ഞങ്ങളുടെ ജനതയാണെന്നുള്ള രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ സിറിയയ്ക്ക് മേൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുന്നത് എങ്ങാനും ഇറാന്റെ പ്രോക്സികൾ ഇനിയും അവിടെ തലപൊക്കാം. അൽ ഖ്വയ്ദ, IS പോലെയുള്ള ഭീകര സംഘടനകളുണ്ട്. അതിൻ്റെ അവശിഷ്ട ഗ്രൂപ്പുകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ആ അവശിഷ്ട ഗ്രൂപ്പുകൾ തലപൊക്കിയാൽ ഞങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്, ശരിക്കും തലയ്ക്ക് അടിക്കൂ എന്ന് പറയുകയാണ്. മാത്രവുമല്ല പുതിയ ഭരണകൂടത്തിൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് ജൊലാനി ഭരണകൂടം, അബു ജൊലാനി എന്നാണ് പുതിയ വിമത. അബു ജൊലാനിയോട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പഴയ ബാഷർ അൽ അസാദിൻ്റെ കൂട്ടുള്ള തീവ്രവാദ സംഘടനകളെ ചെലവും കൊടുത്ത് വളർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക ഉണ്ട് പിന്നിൽ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇവരോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റിക്ടർ സ്കെയിലിൽ എത്രത്തോളം ഈ രേഖപ്പെടുത്താം ആ രീതിയിലുള്ള കനത്ത ബോംബാക്രമണം നടന്നത്. ഇതും ഒരു 5-6 മണിക്കൂർ കൊണ്ട് തുടർച്ചയായി പല സ്ഥലങ്ങളിൽ 60ഓളം അറ്റാക്ക് നടത്തുന്നു. എന്ന് വെച്ചാൽ മൊസാദിൻ്റെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് എവിടെയൊക്കെയാണോ ഇറാന്റെ താവളം അവിടെയൊക്കെ കൃത്യമായി കണ്ടുപിടിച്ചാണ് ഈ ആക്രമണം നടന്നത്. അതായത് മര്യാദയ്ക്ക് ഭരിച്ചോ എന്നുള്ളത് തന്നെയാണ്. അതെ, മര്യാദയ്ക്ക് ഭരിച്ചോ, കൂടുതൽ കളിക്കാനൊന്നും നിൽക്കരുത് എന്നുള്ളൊരു മാത്രമല്ല ഈ ടാർട്ടസ് നഗരം എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവർ ആക്രമിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് റഷ്യ അവിടെ ഉണ്ടായിരുന്ന 4 യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം അവിടെ അവശേഷിച്ച ഈ ബാഷർ അൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ 4 ബോട്ടുകൾ, കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും ബോംബിങ്ങിൽ തകർത്ത് കളഞ്ഞു. മാത്രമല്ല ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി. കാരണം എന്താ പറയുക, ഹിസ്ബുള്ളയെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് നടത്തുന്നത്. ലെബനനിൽ നിന്ന് എങ്ങനെയാണോ ഹിസ്ബുള്ളയെ ഓടിച്ചത് അതേപോലെ തന്നെ അവശേഷിക്കുന്ന സിറിയയിൽ നിന്നും ഇവർ ഓടിക്കുകയാണ്. മാത്രമല്ല ഹമാസിനെയും ഹൂത്തികളെയും കൂടെ തീർത്തും. ഇനി അടുത്ത പ്രശ്നം എന്താ അറിയാം, ഈ ഹൂത്തികൾ ഇവിടെ നിന്ന് പതുക്കെ യമനിലേക്ക് പോകും. യമന് അവിടെ ഒന്നാമത് സംഘർഷമാണ്. ആ യമനിൽ നിന്ന് അടുത്ത ആക്രമണമൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇനി യമനാണ്. അപ്പോൾ ഇറാനിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന് ആക്രമണം നടത്താൻ ഈ പറയുന്ന സിറിയയിലെ വ്യോമപാത തുറന്നു കിട്ടി. അപ്പോൾ ഇവർക്ക് ഒറ്റയടിക്ക് തന്നെ നേരത്തെ അറ്റാക്ക് ചെയ്തപോലെ പോയി ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ സഹായിക്കും. അപ്പോൾ ഹൂത്തികളും തൽക്കാലം മാറി നിൽക്കുന്നു. ഈ ഹൂത്തികൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തിട്ടുണ്ട്. 1800 കിലോമീറ്ററാണ് യമനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം. അത്രയും ദൂരത്തിലേക്ക് ഇവരെന്തിനാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇറാൻ അവിടെ വീണ്ടും തലപൊക്കുന്നു. അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന മതഭരണാധികാരികൾക്കെതിരെ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അയത്തുള്ള അലി ഖമനയിക്കും മതഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യണം. അതിനാണ് അവശേഷിക്കുന്ന ഹൂത്തികളെ ഉപയോഗിച്ച് യമനിൽ നിന്ന് ഇപ്പോൾ ഒരു അറ്റാക്ക് നടത്താൻ ശ്രമിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇത്രയും നാൾ ഞങ്ങൾ ക്ഷമിച്ചു, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കും. പക്ഷെ അത്രയും നാൾ കാത്തിരുന്നാൽ ഈ ആക്രമണം വീണ്ടും തുടർന്നു പോകും. അപ്പോൾ ഹൂത്തികൾ വീണ്ടും തലവെക്കും. ഇനി ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യമന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യമനിലേക്കും ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങും. അപ്പം റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തിയ ആക്രമണം സിറിയയിൽ നടത്തുന്നു. അവിടെ ഏതാണ്ട് ഇറാന്റെ മുഴുവൻ ബേസ് ക്യാമ്പുകളും തകർത്തു. അടുത്തത് ഈ പറയുന്ന യമനിലേക്ക് ചെന്നു. അപ്പം സിറിയയും യമനും ഒക്കെ തീർത്ത് ഗോലാൻ കുന്നുകളും പിടിച്ചടക്കി മൊത്തത്തിൽ ഒരു വലിയ സാമ്രാജ്യമായി ഇസ്രായേൽ മാറും. കാരണം എല്ലാ കാലത്തും ഇസ്രായേൽ മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ രാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവരുടെ ഭൂഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേൽ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. ഇനി ട്രംപ് കൂടി അധികാരത്തിൽ വരുമ്പോൾ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളും പുറത്തേക്ക് വരികയാണ്. തീർച്ചയായും. എന്തായാലും വിശാല ഇസ്രായേലും വിശാല അമേരിക്കയും ഒക്കെയാണ് വരുന്നത്. ലോകം എന്താണ് ലോകത്തിന്റെ ഒരു ഗതി തന്നെ മാറാൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ.